ഒരു ചെറിയ വ്രണം പോലെ ഉണ്ടായി. അത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് മെലിനോമയാണ് എന്നുള്ളൊരു ക്യാൻസറിൻ്റെ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് അത് കടലേക്കൊക്കെ വരും, ഇതിൻ്റെ ആ കടലെല്ലാം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് എന്തെങ്കിലും ചെറിയ സൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് വലിയ അത്രയും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞനുസരിച്ച് നമ്മൾ ചെറിയാൻ ആശ്രമത്തിലേക്ക് വന്നത്. ഞാൻ വരുമ്പോൾ എനിക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്ലേറ്റ്ലെറ്റും ബ്ലഡും കയറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതിന് തന്നെ എല്ലാവരും താങ്ങി പിടിച്ച് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. എനിക്ക് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ജീവനക്കാരും ഡോക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഇവരെ കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ ഒന്ന് പറയാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളൊരവസ്ഥയിൽ വരെ ഞാൻ നിന്നിട്ടുണ്ട്. ക്യാൻസർ, സോറിയാസിസ്, വൃക്ക രോഗങ്ങൾ തുടങ്ങി മാറാൻ പ്രയാസമുള്ള രോഗങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് മോഡേൺ മെഡിസിനെയാണ്. അവിടെ നിന്ന് പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ള ചികിത്സാ രീതിയിലേക്ക് കടക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ചൈന, ജർമ്മനി പോലുള്ള വിദേശ രാജ്യങ്ങളിൽ മോഡേൺ മെഡിസിനോട് കൂടെ തന്നെ അവരുടെ പാരമ്പര്യ ചികിത്സാ രീതികളും കൂടി ചേർന്നാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ സി പി മാത്യൂസ് ക്യാൻസർ കെയർ വെൽനസ് സെന്ററിലാണ്. ഇവിടെ മോഡേൺ മെഡിസിനോട് സമന്വയിപ്പിച്ചാണ് ആയുർവേദ ആൻഡ് സിദ്ധ ട്രീറ്റ്മെന്റ് നടത്തി വരുന്നത്. നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. ഡോക്ടർ സി പി മാത്യൂസ് ക്യാൻസർ കെയർ സെന്റർ തുടങ്ങുവാനുള്ള ബാക്ക് സ്റ്റോറി എന്തായിരുന്നു? ഡോക്ടർ സി പി മാത്യു കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ക്യാൻസർ അലോപ്പതി ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം രോഗികളെ ശുശ്രൂഷിക്കാനായിട്ടും ചികിത്സിക്കാനും കിടത്താനുമായിട്ട് സൗകര്യങ്ങളില്ലാഞ്ഞുകൊണ്ട് രോഗികളെല്ലാം സാറിൻ്റെ വീട്ടിൽ ചെല്ലും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ സമയത്താണ് ചെറിയാൻ ആശ്രമത്തിൽ സാറുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ കുറച്ച് മുറികൾ നമ്മൾ ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി സൗകര്യപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ റെഗുലർലി വന്ന് രോഗികളെ കാണാം. അങ്ങനെ 2002 സാറ് ചെറിയാൻ ആശുപത്രിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ 2021 വരെ 92 വയസ്സ് വരെ ഏകദേശം 20 വർഷം ചെറിയാൻ ആശ്രമത്തിലെ ക്യാൻസർ രോഗികൾക്ക് ഇൻറ്റിഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് മറ്റ് ചികിത്സകളെല്ലാം ചെയ്തിട്ട് ഇനി ഒന്നും രക്ഷയില്ല, ഇനി വീട്ടിൽ പൊക്കോളാൻ പറയുന്ന രോഗികളും, പിന്നെ സാറിൻ്റേതായിട്ടുള്ള ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് സാറിൻ്റെ ചികിത്സ മതി എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുമാണ് അന്നവിടെ വന്നിരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞ് സാറ് ചികിത്സിച്ച് ഭേദമാക്കി രോഗികളുടെ തന്നെ നല്ലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് സാറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫാദർ ഓഫ് ദി ഇൻറ്റിഗ്രേറ്റഡ് മെഡിസിൻ ഇൻ ഇന്ത്യ എന്ന് ഒരു പദവി കൊടുത്ത് അദ്ദേഹത്തെ ബഹുമാനിച്ചു. ഇന്നും അത് തുറന്നു പോകാനായിട്ട് ഡോക്ടർ രാമേന്ദ്രനും ഡോക്ടർ അനു ഉല്ലാസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ഞങ്ങളിവിടെ കോട്ടയത്ത് ആഡം ടവറിൽ വെൽനസ് സെൻ്റർ എന്ന് പറയുന്നത്, അതായത് ക്യാൻസർ ചികിത്സിക്കാൻ മാത്രമല്ല, ഇനി അടുത്ത ജനറേഷനിൻ്റെ ക്യാൻസറിൻ്റെ ഗ്രോത്ത് അപ്രതീക്ഷിതമായി ഉയരുന്നതുകൊണ്ട് ക്യാൻസർ ഇല്ലാതെ ജീവിക്കാനായിട്ട് സാറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, ലൈഫ് സ്റ്റൈല് ഇതൊക്കെ മാറ്റം എന്നുള്ളതാണ് ഉദ്ദേശം. ഇന്ന് ഡോക്ടർ സി പി മാത്യു സാർ നമ്മുടെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികളൊക്കെ ഇപ്പോൾ തുടരുന്നത് ആരാണ്? ഈ ഡോക്ടർ സി പി മാത്യുവിൻ്റെ കാലശേഷം ഈ ചികിത്സ തുടരുന്നതിന് സാറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഡോക്ടർ രാമേന്ദ്രൻ ഇവിടെ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ പഠിച്ച് ഒത്തിരി വർഷം ചെറിയാൻ ആശ്രമത്തിൽ മുമ്പ് വർക്ക് ചെയ്തു. ആയുർവേദത്തിലെ നല്ലൊരു ഗുരുവാണ് അദ്ദേഹം. സി പി മാത്യു സാറുമായിട്ടുള്ള ഒരു ആയുർവേദ ഇൻറ്റിഗ്രേഷനിൽ സാറിൻ്റെ പേഷ്യൻസിനെ എല്ലാം ആയുർവേദത്തിൻ്റെ ഗുണങ്ങളങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചികിത്സിച്ച് പോകുന്നത്. അപ്പോൾ അതിൽ പലതും സിദ്ധ മരുന്നുകളുണ്ടായിരുന്നുകൊണ്ട് സിദ്ധ ഡോക്ടറുടെ ഒരു കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നികത്താനായിട്ട് ഡോക്ടർ അനു ഉല്ലാസിനെ കൂടെ ഇതിനകത്ത് അവർ വളരെ ചെറുപ്പമാണ്, MSc ന്യൂട്രീഷനും ഒക്കെ പഠിച്ച ആളാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ സിദ്ധയിലെയും രണ്ടും കൂടെ ചേർന്ന് കൊടുക്കാനുള്ള ഒരു ടീമാണ് ഡോക്ടർ രാമേന്ദ്രനും ഡോക്ടർ അനുവും കൂടെ ഇന്ന് ചെയ്തു പോരുന്നത്.
അതായത് ഈ ആയുർവേദവും സിദ്ധയും കൂടെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ രോഗിയുടെ രോഗപ്രതിരോധ ശക്തി കൂടുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രയോഗിച്ച് അനേക രോഗികളിൽ ഇന്നും അവർക്ക് അത് പ്രയോജനപ്പെട്ട് വരുന്നതുകൊണ്ട് ഇന്ന് സാറിൻ്റെ ശേഷം ഈ ചികിത്സാരീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അകത്ത് കുറച്ച് പേഷ്യൻസ് ഇരിപ്പുണ്ട്. അതിലൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിക്കാം. ചേട്ടാ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോസഫ് എന്ന് പറയും. എവിടെയായിരുന്നു സ്ഥലം? ഞാൻ ഇടുക്കി. ഓക്കെ. ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇവിടെ എത്തിപ്പെടാനുള്ള റീസൺ എന്താ? റീസണ് എൻ്റെ കാലിന് ഒരു വ്രണം പോലെ ഉണ്ടായി. അത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് മെലിനോമയാണ് എന്നുള്ളൊരു ക്യാൻസറിൻ്റെ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് അത് കടലേക്കൊക്കെ വരും. ഇതിൻ്റെ ആ കടലെല്ലാം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ അടുത്ത നെക്സ്റ്റ് എന്തെങ്കിലും ഇച്ചിരി സൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് വലിയ അത്രയും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞനുസരിച്ച് നമ്മൾ ചെറിയാൻ ആശ്രമത്തിലേക്ക് വന്നത്. ആശ്രമത്തിൽ വന്നതിന് ശേഷം ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പം നോക്കി അവർ പറഞ്ഞ് നമുക്ക് ആ ക്യാൻസർ വന്ന ഭാഗം ഒരു എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അത് കട്ട് ചെയ്ത് മാറ്റുകയും അതിനുശേഷം വന്ന കംപ്ലീറ്റ് ചികിത്സകൾ നമ്മൾ ഇവരുടെ സജഷൻ അനുസരിച്ച് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. അത് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടുകയും അതിൻ്റെ കടലേക്കൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കേസുകളൊന്നും വന്നില്ല. ഓൾറെഡി നമ്മൾ ഫുൾ ആരോഗ്യവാനാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഇവിടെ ചെക്കപ്പ് ചെയ്യുന്നു, നോക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓരോ മാസവും ഞങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3.5-4 വർഷത്തോളമായി. യാതൊരു പ്രശ്നവും ഇല്ല. നല്ല ഒരു ഇതിൽ പോകുന്നു. ഇപ്പോൾ ആരോഗ്യവാനായി. ഇവിടെ വന്നിട്ട് എന്ത് ട്രീറ്റ്മെന്റാണ് ചെയ്തത്? അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇവിടെ വന്ന് നമ്മൾ ഇവിടെ 2 ഡോക്ടേഴ്സ് ഉള്ളത്, ആയുർവേദ സിദ്ധ 2 ഇതാണ്. അപ്പം നമുക്ക് അതിനോട് താല്പര്യമായിട്ട് വന്നു. അപ്പോൾ അത് ഡോക്ടർ രാമേന്ദ്രൻ ഡോക്ടറും അനു ഡോക്ടറും 2 ഡോക്ടറാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ മരുന്നിനോടനുബന്ധിച്ചുള്ള പഥ്യങ്ങളും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. രോഗം പൂർണ്ണമായി ഭേദമായെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇന്ന് ഇവിടെ വന്നത് എന്തിനായിരുന്നു? രോഗം പൂർണ്ണമായിട്ട് മാറിയെങ്കിലും ശരി, ഇപ്പം മരുന്നൊന്നുമില്ല. എന്നാലും 3 മാസം കൂടുമ്പോൾ ഇവിടെ വന്ന് ഡോക്ടറുടെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചെറിയ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നു വിടുന്നു. അപ്പം രോഗം പൂർണ്ണമായിട്ട് നമുക്ക് മാറിയിരിക്കുകയാണ്. ഈ പേഷ്യന്റിനെ ചികിത്സിച്ച ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. ഫർദർ ഡീറ്റെയിൽസും മെഡിക്കൽ ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് ഡോക്ടറെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ഡോക്ടർ. പുറത്ത് TJ ജോസഫ് എന്ന് പറഞ്ഞൊരു രോഗിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ രോഗം ഇവിടെ വന്ന് ചികിത്സിച്ചതിന് ശേഷം പൂർണ്ണമായി ഭേദമായെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ഡീറ്റെയിൽസും മെഡിക്കൽ ഹിസ്റ്ററിയും ഒക്കെ ഒന്ന് പറയാമോ? TJ ജോസഫ് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2023 ജൂലൈ സമയത്താണ്. അദ്ദേഹത്തിന് ഒരു ബയോപ്സി ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അപ്പോൾ മാലിഗ്നന്റ് മെലനോമ റൈറ്റ് ഫൂട്ട് എന്നായിരുന്നു അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴലുകളിലേക്കും ബാധിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ ബയോപ്സിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ സ്കാനും ബാക്കി റിപ്പോർട്ട്സുകൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് മെലനോമയ്ക്കുള്ള സർജറിയും ചെയ്യണം, പ്ലസ് ഈ കഴലയിൽ അതിനും വേണ്ടിയിട്ടും സർജറി ചെയ്യണം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്, ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ബാഗ് ഇടേണ്ടി വരും എന്നൊരവസ്ഥയും ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവുമല്ലോ എന്നോർത്ത് അങ്ങനെ ഇനി വേറെ എന്തെങ്കിലും ഒരു ചികിത്സ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് മെലനോമയ്ക്കുള്ള സർജറി ആയിട്ട് നിങ്ങളത് ചെയ്യുക, കഴലിലേക്കുള്ള വേണ്ടിയിട്ടുള്ള സർജറി ചെയ്യേണ്ട, നമ്മുടെ മെഡിസിൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അതിനനുസരിച്ച് പേഷ്യൻ്റ് അത് ചെയ്തു, സർജറി ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്തു. നിലവിൽ സർജറി ചെയ്ത ഭാഗം നന്നായിട്ട് ഹീലാവുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല. പ്ലസ് കഴല പതുക്കെ അത് ചുരുങ്ങി, അതിൻ്റെ സൈസ് എല്ലാം ചുരുങ്ങി വീണ്ടും ഒരു നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ ക്ലിനിക്കിലെ സിദ്ധവൈദ്യം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ അനുമോളോടാണ്.
ഇവിടെ നമ്മുടെ കൂടെ ഈ ക്ലിനിക്കിലെ സീനിയർ ഡോക്ടറായ ആയുർവേദം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ രാമചന്ദ്രൻ സാർ ഉണ്ട്. സാറിന്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. എങ്ങനെയാണ് ഈ ക്യാൻസർ ചികിത്സയിലേക്ക് ഡോക്ടർ പ്രവേശിക്കുന്നത്? ഏകദേശം ഒരു 15 വർഷമായി ചെറിയാനാശ്രമം ഹോളിസ്റ്റിക് സെൻ്ററിൽ ഞാൻ ആയുർവേദ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ CP മാത്യു സാറും ഞാനുമായിട്ട് രോഗികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും എനിക്കുള്ള സംശയങ്ങൾ ഡോക്ടർ തിരിത്തരികയും സാറിന് ആവശ്യമായ ആയുർവേദ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഞങ്ങൾ ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ സാറ് സിദ്ധ ആയുർവേദ അലോപ്പതി മരുന്നുകളാണ് സാറ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റിൽ ക്യാൻസറിന് നല്ല സക്സസ് ഉണ്ടെന്ന് സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് സാർ പഠിച്ചിരുന്നു. അതനുസരിച്ച് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിന് തീരെ വയ്യാഴി വന്നു. വയ്യാഴി വന്നപ്പോൾ സാറിൻ്റെ കൂട്ടത്തിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഞാനും കൂടെ ഉൾപ്പെട്ടു. അങ്ങനെ ഉൾപ്പെട്ടപ്പോൾ സാറ് എന്ത് ചികിത്സയാണോ സിദ്ധ ആയുർവേദ മരുന്നുകൾ കൊടുത്തത് ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുകയും സാറിൻ്റെ കൂട്ടത്തിൽ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അലോപ്പതി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ അലോപ്പതി ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്ന ക്യാൻസർ രോഗികൾ അവർ തുടർന്നിരിക്കുന്ന അലോപ്പതി ചികിത്സ തുടരുകയും അതോടൊപ്പം നമ്മുടെ ചികിത്സ ചെയ്യുവാനുമാണ് നിർദ്ദേശിക്കാറുള്ളത്. ഒരു രോഗിയും ഇവിടെ ആദ്യമായിട്ട് വരുന്നില്ല. ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയി രോഗം ചികിത്സിക്കുക അല്ലെ രോഗനിർണയത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരാറുള്ളത്. അപ്പോൾ ഫ്രഷായ ഒരു രോഗിയും ഇവിടെ എത്തുന്നില്ല. മിക്കവാറും അതായത് ഒരു 95% രോഗികളും വേറെ എവിടെയും പോയതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അവരുടെ ഫയൽ അല്ലെങ്കിൽ ആ പേപ്പർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ അലോപ്പതി മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടതാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനും രോഗം വീണ്ടും വ്യാപിക്കാതിരിക്കുന്നതിനും അവരുടെ നല്ലൊരു ഫിസിക്കൽ ഇതുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മരുന്നുകളും കഴിക്കാനാണ് ശുപാർശ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറുടെ പേഷ്യൻസിന് ഇവിടെ തന്നെ നിർമ്മിക്കുന്ന മരുന്നുകളാണോ നൽകാറ്? ഇവിടെ തന്നെ നിർമ്മിക്കുന്ന മരുന്നുകളുമുണ്ട്, വാങ്ങുന്ന മരുന്നുകളുമുണ്ട്. ഓരോ രോഗത്തിനും ആ രോഗ സ്വഭാവം അനുസരിച്ചുള്ള മരുന്ന് കൊടുക്കണം. അത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്തതായിരിക്കും, അത് ഇവിടെ നിന്ന് വാങ്ങും. ഇവിടെ തന്നെ നിർമ്മിക്കുന്ന മരുന്നുകളിൽ സവിശേഷമായ ഒരു മരുന്നിനെ പറ്റി പറയാമോ? ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മേധാരികൽപ്പം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ മേധസ്സിനെ ഇല്ലാതാക്കുന്ന മരുന്ന് തന്നെയാണ് അതിൻ്റെ ഔഷധം. മേധസ്, അതിൻ്റെ അരി, ശത്രു, കൽപ്പം മരുന്ന്. അപ്പം മേധാരികൽപ്പം എന്ന് പറഞ്ഞാൽ മേധസ്സിനെ അല്ലെങ്കിൽ അമിതവണ്ണത്തെ ഫാറ്റിനെ കുറയ്ക്കുന്ന മരുന്ന് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഈ മരുന്ന് നമ്മളിവിടെ വളർത്തുന്ന നാടൻ പശുവിന്, അതായത് കൃത്രിമ തീറ്റ കൊടുക്കാത്ത നാടൻ പുല്ലുകളും കാടിവെള്ളവും പിണ്ണാക്കും കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെ ഗോമൂത്രം ശേഖരിച്ച് അതിനകത്ത് ആയുർവേദ മരുന്നുകളിട്ട് ബാഷ്പീകരിച്ചെടുക്കുന്ന ഒരു മരുന്നാണ് മേധാരികൽപ്പം. ഇത് പണ്ടുകാലം മുതലേ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ്. അത് മേധസ്സിനെ കുറയ്ക്കുന്നതിനും അർബുദത്തെ മാറ്റുന്നതിനും സന്ധിവാതത്തിനും ലിവറിൻ്റെ അസുഖങ്ങൾക്കും വേരിക്കോസ് വെയിന് ഇങ്ങനെ. നമസ്കാരം, എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഞാൻ വന്നത് 2020 ഇവിടെ വരുന്നത്. വന്ന് CP മാത്യു സാറിനെ കണ്ടു. എൻ്റെ രോഗം ഹൈപ്പോപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ രോഗമായിരുന്നു. ഞാൻ വരുമ്പോൾ എനിക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്ലേറ്റ്ലെറ്റും ബ്ലഡും കയറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതിന് തന്നെ എല്ലാവരും താങ്ങി പിടിച്ച് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. എനിക്ക് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ ഈ രോഗത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ കാണിച്ച ഡോക്ടർ പറഞ്ഞത് മജ്ജ മാറ്റി വയ്ക്കുന്ന അത് മാത്രമേ ഇതിലൊരു പ്രതിവിധിയുള്ളൂ, മറ്റ് ഇതിലൊന്നും ഇത് ക്ലിയറായി പോകാൻ ചാൻസ് ഇല്ല എന്നൊരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ ചെറിയാനാശ്രമത്തിൽ വന്ന് CP മാത്യു സാറിനെ കാണുന്നത്. മാത്യു സാർ പറഞ്ഞു അത് ശരിയാവും, കുഴപ്പങ്ങളില്ല എന്നൊക്കെ പറഞ്ഞപ്പം തന്നെ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ആശ്വാസം വന്നു, ക്ലിയർ ആവുമല്ലോ എന്നുള്ളത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പിന്നെ ഞാൻ ആ മാസം തന്നെ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി ബ്ലഡും പ്ലേറ്റ്ലെറ്റും കുറഞ്ഞു. അങ്ങനെ ഡോക്ടറെ വിളിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം കയറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡും പ്ലേറ്റ്ലെറ്റും കയറ്റി. പിന്നെ ഈ നിൽക്കുന്ന സമയം വരെ ബ്ലഡും പ്ലേറ്റ്ലെറ്റിലും കയറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല.
പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ച് പറയണം. എല്ലാവരും വളരെ നല്ല ഡോക്ടേഴ്സാണ്. ജീവനക്കാരും വളരെ നല്ല ജീവനക്കാരാണ്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി അപ്പം തന്നെ കിട്ടും. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും എല്ലാറ്റിനും പറ്റും. നമ്മളൊരു കുടുംബം പോലെയായി ഇപ്പം. നല്ല നല്ല സന്തോഷമായിട്ടാണ് ഇപ്പം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ജീവനക്കാരും ഡോക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഇവരെ കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ ഒന്ന് പറയാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളൊരവസ്ഥയിൽ വരെ ഞാൻ നിന്നിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്നത്. അപ്പം എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഡോക്ടേഴ്സിൻ്റെ അടുത്തും ജീവനക്കാരുടെ അടുത്തും എല്ലാവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.